നമസ്കാരം. ആരാ? എവിടുന്നാ? പൊടിയാടി സോമനായിരുന്നേ. മാഡം പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കേ, ഞാൻ പറഞ്ഞിട്ട് വരാം. ആരാ ഈ ഷമീൻ സാറ്? കേറി ചെല്ലാൻ പറഞ്ഞു. ഷമീൻ സാർ മാത്രം ചെന്നാ മതിയെന്നാ മാഡം പറഞ്ഞത്. എന്റെ ചക്കുളത്തമ്മേ, ഞാൻ എന്തായി കേക്കണത്? സാറിന് ജാതി വിശ്വാസം ഉണ്ടോ? ശുക്രനാ, ശുക്രൻ. ചെല്ല് ചെല്ല്. നോക്കി ഇങ്ങോട്ട് നിന്നാലേ മൊത്തമായിട്ട് ഇങ്ങ് പോരും. ഈ പൊടിയാടി സോമനെ മറക്കല്ലേ. വർഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. മസ്കറ്റിൽ വെച്ചായിരുന്നു. നഴ്സിംഗ് പൂർത്തിയായി ജോലി കിട്ടി മസ്കറ്റിൽ ചെന്നതിന്റെ പിറ്റേന്നാ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. എന്റെ വീട് തിരുവല്ലയ്ക്കടുത്ത് പുല്ലാട്. ഞങ്ങൾ 5 പെൺകുട്ടികളാ. എനിക്ക് താഴത്തുള്ളതുങ്ങളെ പുള്ളിക്കാരൻ പഠിപ്പിച്ച് കരകയറ്റി. പുള്ളിക്കാരൻ എനിക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല. He was really a great friend of mine. Sorry. പൊന്നു സച്ചാനെ കൊന്നവരുടെ ഡീറ്റെയിൽസ് ഞാനന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷേ അവരന്ന് അതിന് പകരം എന്നെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ഷമീമിനെ അറിയാമോ? ജ്യോതിലാൽ കുഴപ്പക്കാരനാ മാഡം. ക്രിമിനൽ. 3 മർഡർ കേസിലെ പ്രതിയാന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കിവനോടൊരു കടമുണ്ട്. അത് വീട്ടണം. അതിനൊരു ഹെൽപ്പിനായിട്ടാ ഞാൻ ഷമീമിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പൊന്നു സച്ചായിനെ കൊന്നത് ഇവനാണ്. അതെന്തിനായിരിക്കും? വെറുതെ ഇടങ്ങേറിച്ചെന്ന് ചാണ്ട വെച്ചാൽ ഞാൻ പറയായിരുന്നു പോലീസിനോട് നിങ്ങളോടും. പൊന്നു സാറ് മരിക്കുന്നതിൻ്റെ തലേന്ന് ഈ സോണി വടയാട്ടിലുമായിട്ടൊരു കച്ചറ ഉണ്ടായിരുന്നു ഹോട്ടൽ സാജിൽ വെച്ചിട്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച പുരയുടെ കച്ചവടത്തിൻ്റെ പേരില്ല. ഇവനാണ് പൊന്നു സാറെ കൊന്നെങ്കിൽ അത് സോണി വടയാട്ടിന് വേണ്ടിയിട്ടാ. ഡെഫിനിറ്റാ. അവരത്ര വലിയ ചങ്ങായിമാരാ മാഡം. ഈ സോണിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും ഇവന് മടിയില്ല. ഈ 3 മർഡർ കേസ് എന്ന് പറഞ്ഞത് സോണിക്ക് വേണ്ടി ചെയ്താ. സ്റ്റേറ്റ്സിലോ ദുബായിലോ ആയിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോനെ ആളുണ്ടായിരുന്നു. ഹിജാന്റെ ഫ്രണ്ട്സ് തന്നെ. സോണി വടയാറ്റിൽ എനിക്ക് കൊല്ലണം. അതിന് ഷമീം എൻ്റെ ഒപ്പം വേണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. ഷമീമിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് വേണ്ട. ഈ പറഞ്ഞ ജ്യോതിലാലിനെ പോലെ മറ്റൊരു ജ്യോതിലാൽ. ഷമീം എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ?